ഹായ് ഫ്രണ്ട്സ്, സദൻ കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റമാണ് ഫിഷ് മസാല. ഫിഷ് മസാല എന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റമാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാം, ചോറിനൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കഴിക്കാം. അതിന് നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം. മീൻസ് ചാളയിലൊന്നുമല്ല, അതായത് ഏരി, നെയ്മീൻ, കേര, കറ്റ്ല, മോത, അങ്ങനെ എല്ലാം വലിയ ഒരു നല്ല സൈസ് കിട്ടുന്ന മീനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തുന്ന ഏരിയാണ്. അത് നമുക്ക് വറുത്തിട്ട് നമുക്ക് മസാല ഉണ്ടാക്കണം. അതിന് വറക്കാനുള്ള ഐറ്റംസ് നമുക്ക് ആദ്യം ചെയ്യാം. കഷ്ടി 1 കിലോ ഏരി ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് വറുത്തെടുക്കണം. ഫസ്റ്റ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ചേക്കുന്നത്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ സ്വല്പം ഒഴിച്ചിട്ടുണ്ട്, പെരിഞ്ജീരകപ്പൊടി, ഒരു ലേശ കോൺഫ്ലവർ, ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല കുഴമ്പ് മീനിൽ പറ്റാനുള്ള പാകത്തിലാക്കണം. ഈ കോൺഫ്ലവർ ഇട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് സ്വല്പം കോൺഫ്ലവർ ചേർത്തേക്കണത്. അപ്പോൾ വറക്കുമ്പോൾ അരപ്പ് വിട്ടു പോകില്ല. കൈ കൊണ്ട് തന്നെ ചെയ്യണം. കൈ കൊണ്ട് നമ്മൾ ശരിക്കും മസാല ഉണ്ടാക്കിയെടുക്കണം. സ്വല്പം വെള്ളം ഒഴിക്കാം. ഈ പാകത്തേക്ക് കിട്ടണം. ഇനി ഇത് നമുക്ക് മീനിൽ ഇതിനകത്തോട്ടിടാം. ഇപ്പോൾ ഫിഷിൽ അരപ്പൊക്കെ പുരട്ടി വെച്ചേക്കനെയാണ്. ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല മസാലയൊക്കെ നല്ല പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് അരമണിക്കൂർ വെക്കാം. അരപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കനെയാണ്. നമുക്ക് ഞാൻ മസാല ഉണ്ടാക്കാം. അത് നമുക്ക് സവാള അരിയാം. ഞാൻ 3 സവാള എടുത്തേക്കണം കേട്ടോ. നമുക്ക് ചെറുതായിട്ട് അരിയാം. സവാള ആകുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു. ഉള്ളി നേരെ 2 3 ആയിട്ട് അരിഞ്ഞാൽ മതി. നേരെ പകുതിയാക്കിയാലും മതി. അടുത്തത് വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അടുത്ത് ഇഞ്ചി ചെറുതായിട്ട് അരിയണം. പച്ചമുളക് നേരെ പകുതിയാക്കി അരിയുക. ഞാൻ എഴുതേക്ക് ഉണ്ട പച്ചമുളകാണ്, അതാണ് എടുക്കേണ്ടത്. നല്ല എരിവെള്ള പച്ചമുളക് അതാണ്. അത് നേരെ നീളത്തിൽ അരിയുക. തക്കാളി ചെറുതായിട്ട് അരിയണം. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ആവറേജ് വലിയ തക്കാളി. നല്ല രുചിയുള്ള സാധനമാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇതിൻ്റെ ഗ്രേവിയാണ് ഇതിൻ്റെ അടിപൊളി. പിന്നെ നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞു, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു. അത് ഉണ്ട പച്ചമുളകാണ്. ഇനി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഉള്ളി അരിയണം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ വേണം. തലപ്പാലും വേണം, 1-ാം പാലും വേണം, 2-ാം പാലും വേണം. അരമുറി, ഒരു തേങ്ങയുടെ പകുതി, അരമുറി തേങ്ങ പീരാണിത്. ഇത് നമുക്ക് മിക്സിയിലടിച്ചിട്ട് പാലാക്കാം. ഒന്നാം പാലാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. 1-ാം പാലെടുത്ത് മാറ്റി വെച്ചു. 2-ാം പാല് അപ്പോൾ നമ്മുടെ ഫിഷ് അരപ്പൊക്കെ പിടിച്ച് വെച്ചേക്കണ്. നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് മീൻ വറക്കാം. ആദ്യം മീൻ വറക്കാനുള്ള ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി മീൻ വറുത്തിടാം. മീൻ
വറുത്ത് നല്ല പാകമായിട്ടുണ്ട്. ഭയങ്കര ഡീപ്പായിട്ട് വറക്കാൻ പാടില്ല, ഒരു ആവറേജ് ആയിരിക്കുള്ളൂ. ഇനി വറുത്ത് കഴിഞ്ഞ് നമുക്ക് ആ ഓയിലിൽ തന്നെ വേണം അടുത്ത കുക്കിംഗ്. അപ്പോൾ അതിന് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അത് നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം. വറുത്ത ഓയിലിൻ്റെ ബാക്കിയാണിത്, അതിനകത്തിട്ട് ഒഴിക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്. ആദ്യം സ്വല്പം ഉലുവ പൊട്ടിക്കുക. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇനി പകുതിയാക്കി ഉള്ളി ഇടാം. ഉള്ളി ഇപ്പം ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള ഇടാം. ചെറുതായിട്ട് കഴിഞ്ഞ സവാള ഇട്ട് പച്ചമുളക് പകുതിയാക്കി വെച്ചിട്ടുണ്ട്, അതിടാം. പച്ചമുളക് പച്ചമുളകാണ് ആ പകുതിയാക്കി വെച്ചേക്കുന്നത്. ഇനി സവാള പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. വേപ്പിലിടാം. ഓയിൽ പോരാ, സ്വല്പം കൂടെ ഓയിൽ ഒഴിക്കാം നമുക്ക് സവാള ഇത് വഴറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ സവാള, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചെറുതായിട്ട് കഴിഞ്ഞാൽ തക്കാളി ഇടാം. തക്കാളിയുടെ പച്ചമുളകൊന്ന് മാറണം. തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറി തക്കാളിയിൽ നിന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. കുടംപുളിയുടെ വെള്ളം, കുടംപുളി കൂടെ ഉണ്ട്, 3-4 അല്ലിയുണ്ട്. അത് നമുക്ക് അതിട്ട് ഒഴിക്കാം. അപ്പോൾ സവാളയൊക്കെ വഴറ്റി, തക്കാളിയൊക്കെ വഴറ്റി, പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് 4 പൊടി ഇടാണ്ട്. മുളക് പൊടി ഇടണം, കാശ്മീരി പൗഡർ ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, മല്ലിപ്പൊടി ഇടണം. ഇത് 4 നമുക്ക് ഇടാം. ആദ്യം സാധാ മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, കളറൊക്കെ ഇട്ടു. മഞ്ഞൾപ്പൊടി, ഇപ്പം മുളക് പൊടി ഇട്ടു, കാശ്മീരി മുളക് പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി. ഇനി ഇതിൻ്റെ മസാലയുടെ പച്ചമുളകൊന്ന് മാറണം. പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് തേങ്ങാപ്പാലുണ്ട്. അത് 2 പാലം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തിട്ട് ഒഴിക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം. അപ്പോൾ ഇത് തിളച്ച് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടണം. ഞാനിത് ഉപ്പ് നോക്കട്ടെ. ഇതിപ്പോൾ പാകമാണ് നോക്കിയിട്ട്. ഇനി നമുക്കിതിനകത്ത് മീനിടാം. തിളച്ചിട്ടുണ്ട്. മീനിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മീനിട്ടാൽ പിന്നെ ഭംഗിയിട്ട് ഇളക്കാൻ പാടില്ല, ഒരു പാകത്തിന് ഇളക്കാൻ പാടുള്ളൂ. മീനിനെ കൊള്ളരുത്. ഇനി അവസാനമുള്ളത് തേങ്ങയുടെ 1-ാം പാലാണ്. അത് ഞാനിപ്പോൾ ഒഴിക്കാൻ പോലെയാണ്. തേങ്ങയുടെ 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ പയ്യനൊന്നും ഇളക്കാൻ പാടുള്ളൂ. തേങ്ങാപ്പാലിൻ്റെ തലപ്പാൽ നമ്മൾ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ തലപ്പാൽ ഒഴിച്ച് പയ്യനെ ഇളക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ചിറ്റിക്കുക. ഇങ്ങനെ ഇങ്ങനെ ചിറ്റിക്കുക. അപ്പോൾ എല്ലായിടത്തും പിടിച്ചോളും. ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് താളിക്കണം. താളിച്ചൊഴിക്കാൻ പോകാം. താളിച്ചപ്പോൾ 1 മിനിറ്റ് അടച്ചു വെക്കുക. ഇനി തുറക്കുക. നല്ല സ്മെല്ല്. അങ്ങനെ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. സൂപ്പർ, നല്ല സ്മെല്ല്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ നല്ലതാണ്. പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, നാൻ, ചോറ് എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അടുത്ത വേണ്ടി ഞാൻ വീണ്ടും വരാം. ബൈ.